കിച്ചു പറഞ്ഞൊരു കാര്യമാണ്, സുധിച്ചേട്ടന്റെ ചെലവിലാണ് കുടുംബം മൊത്തം ജീവിച്ചെന്നൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ശരിയാണോ? അത് കിച്ചു അത്രയൊന്നും പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം സഹോദരങ്ങളാ. ഇപ്പൊ ഞങ്ങൾ സുധിച്ചേട്ടൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും, സുധിച്ചേട്ടൻ തിരിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ സഹോദരങ്ങൾക്ക് അങ്ങോട്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കടമയായിട്ട് തന്നെ കാണുന്ന ആളാണ് ഞാൻ. അല്ലാതെ കടപ്പാടായിട്ടോ ബാധ്യതയായിട്ടോ കാണുന്നവരാണ് അതേക്കുറിച്ച് ഈ കുറ്റമായിട്ട് പറഞ്ഞു നടക്കുന്നത്. അതായത് ഇവര് പറഞ്ഞു വെക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സുധി ചെയ്തു കൊടുത്ത കാര്യങ്ങളാ ആർക്ക് വേണ്ടി? രേണുസുധിയുടെ ചേച്ചിയായ രമ്യയ്ക്ക്, രമ്യയുടെ ഭർത്താവിനും പിന്നെ രമ്യയുടെ മക്കൾക്കും ചെയ്തു കൊടുത്ത കാര്യങ്ങളാ. അച്ഛനും അമ്മയും ഒക്കെ ചെയ്തു കൊടുത്തത് അത് സുധിയുടെ കടമയാണെന്നാണ് ഈ പറയുന്ന രമ്യ എന്ന് പറയുന്ന രേണുസുധിയുടെ ചാച്ചി പറഞ്ഞു വെക്കുന്നത്. അതെങ്ങനെയാണ് ഈ രേണുസുധിയുടെ ചേച്ചിയായ രമ്യയോടും രമ്യയുടെ ഭർത്താവിനോടും രമ്യയുടെ കുഞ്ഞുങ്ങളോടും ഈ സുധിക്ക് കടപ്പാടും കടമയൊക്കെ എങ്ങനെ വരണത്? സ്വന്തമാണോ? രേണുസുധിയുടെ ഭർത്താവല്ലേ, അല്ലാതെ വേറെ ബന്ധമൊന്നുമില്ലല്ലോ. തങ്കച്ചനും മറ്റും ഇല്ലാത്ത എന്ത് കടപ്പാടും കടമയുമാണ് ഈ രേണുസുധിയുടെ ഭർത്താവായ സുധിക്ക് ഈ രമ്യയോടും രമ്യയുടെ ഭർത്താവിനോടും അവരുടെ മക്കളോടും ഉള്ളത്. എങ്കിൽ തന്നെ ഈ കടമ എന്ന് പറയുന്നത് ഒരു വഞ്ചിയിലോടുന്ന കാര്യമാണോ? അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? എന്തുകൊണ്ട് സുധി മരിച്ചതിന് ശേഷം സുധിയുടെ മകനായ കിച്ചുവിനെ ഇവര് നോക്കാനോ സംരക്ഷിക്കാനോ ഒന്നും താല്പര്യപ്പെടുന്നില്ല? അതുപോലെ തന്നെ ആ വീട്ടിൽ ഒരു മുറി പോലും കൊടുക്കാത്തതിന്റെ കാരണം എന്താണ്? നാണമില്ലല്ലോ നിങ്ങൾക്ക് ഇത് പറയാനായിട്ട്? ആ കിച്ചുവിനും ആ കിച്ചുവിന്റെ സഹോദരനായ ആ റിതപ്പനും കിട്ടിയ വീട്ടിൽ വന്നിട്ട് ഈ അട്ടിപ്പേറ് കിടക്കാനായിട്ട്, എന്നിട്ട് പറയണേ കടമയും കടപ്പാടും ഒക്കെയാണ് സുധിക്ക്. സുധിയുടെ മകനായ കിച്ചു തന്നെയാണ് വന്ന് പറഞ്ഞിരിക്കുന്നത് സുധിക്ക് ഇത്രയും കടം വരാൻ കാരണമായത് ഈ രേണുസുധിയുടെ കുടുംബക്കാർ തന്നെയാണ്. കാരണം ഈ ഫാമിലിനെ മുഴുവൻ നോക്കേണ്ട ചുമതല ഈ രേണുസുധിയുടെ ഭർത്താവായ സുധിക്കായിരുന്നു.